ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു ബ്രാലറ്റാണ് ചെയ്യുന്നത്. 6 മാസം തൊട്ട് 1.5 വയസ്സ് വരെ പ്രായമുള്ള കുഞ്ഞുങ്ങൾക്ക് ഇടുന്ന രീതിയിലാണ് ഞാനിത് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് ഞാൻ എൻ്റെ ഒരു ഐഡിയയിലാണ് ഇതിൻ്റെ കാൽക്കുലേഷൻസും കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് ഓർക്കുകയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു ടോപ്പിന് ബാക്കിന് ഓപ്പണിംഗ് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനായിട്ട് തന്നെ അത് ടൈ ചെയ്യാനും ലൂസ് ചെയ്യാനായിട്ടൊക്കെ പറ്റും. അതുപോലെ തന്നെ ഈ ഒരു ടോപ്പ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ കാണാം, ഇതിനൊരു കപ്പിംഗ് ഉണ്ടായിരിക്കും. അതേപോലെ തന്നെ അതിന് താഴെ ബെൽറ്റും ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഈ ഒരു കപ്പ് ഹൈറ്റ് എങ്ങനെയാണ് ഡിസൈഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് എടുക്കുന്നത് എന്നുള്ളതാണ് ഞാൻ പറയുന്നത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ കപ്പ് ഹൈറ്റ് ആയിട്ട് എടുത്തിരിക്കുന്നത് 4 ഇഞ്ചാണ്. അതിൽ 1 ഇഞ്ച് ഞാൻ തയ്യൽ തുമ്പായിട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ടോട്ടൽ 5 ഇഞ്ചാണ് ഇവിടെ എടുക്കുന്നത് കേട്ടോ. അപ്പോൾ എത്രയാണോ നമ്മൾ കപ്പ് ഹൈറ്റ് ആയിട്ട് എടുക്കുന്നത് അതിൻ്റെ ഇരട്ടി എടുക്കുക. അതായിരിക്കണം നമ്മളിവിടെ നീളത്തിലും വീതിയിലും പാറ്റേൺ പേപ്പറിൽ കട്ട് ചെയ്യേണ്ടത്. അപ്പോൾ 5 ഇഞ്ച് ആയതുകൊണ്ട് തന്നെ അതിൻ്റെ ഇരട്ടി എന്ന് പറയുമ്പോഴത്തേക്കും 10 ഇഞ്ചാണ്. അപ്പോൾ 10 ഇഞ്ച് നീളവും വീതിയിലും ഉള്ള ഒരു പാറ്റേൺ പേപ്പർ കട്ട് ചെയ്തെടുക്കാം. ഞാൻ ഓൾറെഡി പറഞ്ഞു നമ്മൾ 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഇവിടെ കൊടുക്കുന്നുണ്ടെന്നല്ലേ. അതായത് നമ്മുടെ കപ്പ് ഹൈറ്റിൻ്റെ കൂട്ടത്തിൽ അഡീഷണൽ 1 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ കൊടുക്കുന്നുണ്ട്. ആ 1 ഇഞ്ച് തയ്യൽ തുമ്പെന്ന് പറയുന്നത് അതിൽ 1/2 ഇഞ്ച് നമുക്ക് താഴെ ബെൽറ്റ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ഒരു 1/2 ഇഞ്ച് എന്ന് പറയുന്നത് നമ്മൾ കപ്പിൽ ഷോൾഡറിലോട്ടുള്ള സ്ട്രാപ്പ് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി എന്താണ് ചെയ്യുന്നത്, ഈ ഒരു പാറ്റേൺ നമ്മൾ ഇതേപോലെ 4ആയിട്ടൊന്ന് മടക്കിയെടുക്കുക. അപ്പോൾ ഇങ്ങനെ മടക്കി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ കപ്പ് ഹൈറ്റ് ഇൻക്ലൂഡിങ് സീം അലവൻസ്, അതായത് തയ്യൽ തുമ്പ് ഉൾപ്പെടെയുള്ള കപ്പ് ഹൈറ്റ് ആയിരിക്കും നമുക്കിത് 4ആയിട്ട് മടക്കി കഴിയുമ്പോഴത്തേക്കും കിട്ടുന്നത് കേട്ടോ. അതായത് നമുക്ക് 5 ഇഞ്ച് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, നമ്മൾ ആ ഒരു കപ്പിങ്ങിന് താഴെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ ഈ ഒരു 5 ഇഞ്ച് ടേപ്പിൽ ഫിക്സ് ചെയ്ത് വെച്ചുകൊണ്ട് ആ താഴ്ഭാഗം ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കുക കേട്ടോ. നമ്മൾ സർക്കുലർ സ്കേർട്ടും സെമി അംബ്രല്ല സ്കേർട്ടും ഒക്കെ ചെയ്യുമ്പോൾ അതിന് താഴ്ഭാഗം നമ്മൾ ഇതേപോലെ അല്ലേ ടേപ്പ് വെച്ച് ഫിക്സ് ചെയ്തിട്ടാണ് ഷേപ്പ് ചെയ്യുന്നത് അല്ലേ. അതേപോലെ തന്നെ നമ്മൾ ഇവിടെയും ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കട്ട് ചെയ്ത് കഴിഞ്ഞ് നമ്മൾ ഇതൊന്ന് നിവർത്തുമ്പോഴത്തേക്കും നമുക്ക് കംപ്ലീറ്റ് ആയിട്ടുള്ളൊരു സർക്കിളാണ് കിട്ടുന്നത്. അതിന് നമുക്ക് ഇതേപോലെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 2 പാറ്റേൺ ആയിട്ട് കിട്ടിയിട്ടുണ്ടല്ലേ. ഈ 2 പാറ്റേണിന് നമ്മൾ ഇതേപോലെ സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് 2 കപ്പിങ്ങും കിട്ടും. അപ്പോൾ നമ്മുടെ ഫാബ്രിക്കിനൊക്കെ അത്യാവശ്യം നല്ല കട്ടിയുള്ള ഫാബ്രിക് ആണെങ്കിൽ നമുക്ക് ഇതേപോലെ ചെയ്താൽ മതി. അതല്ല നമ്മൾ എടുക്കുന്ന ഫാബ്രിക് ഭയങ്കര തിന്നാണെങ്കിൽ നമ്മൾ ഈ ഒരു 10 ഇഞ്ച് നീളവും വീതിയിലും കട്ട് ചെയ്തെടുത്ത പാറ്റേൺ പേപ്പറില്ലേ അതിൻ്റെ 2 എണ്ണം കട്ട് ചെയ്തിട്ട് ഇതേപോലെ ചെയ്യണം കേട്ടോ. ഇനി നമ്മൾ ചെയ്യുന്ന ഈ ഒരു താഴത്തെ ആ ഒരു ഭാഗം ഉണ്ടല്ലോ, അവിടെ നമുക്ക് ഒന്നെങ്കിൽ ഇതേപോലെ പാറ്റേൺ സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തിട്ട് അവിടെ നമുക്കൊരു ഡാട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 4 ഇഞ്ച് വീതിയിലുള്ളൊരു ഡാട്ടാണ് കൊടുക്കുന്നത് കേട്ടോ. അതായത് ഒരു സൈഡിലോട്ട് 4 ഇഞ്ചാണ്, അപ്പം മറ്റേ സൈഡിലോട്ടും 4 ഇഞ്ച് വരും. അങ്ങനെ ടോട്ടൽ 1/2 ഇഞ്ചിൻ്റെ ഡാട്ടാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ 1 ഇഞ്ചിൻ്റെ ഡാട്ട് കൊടുക്കാം. അല്ലെങ്കിൽ നമുക്ക് ഡാട്ട് കൊടുക്കാൻ ആഗ്രഹമില്ലാത്തവർക്കാണെങ്കിൽ നമുക്ക് അവിടെ ഗ്യാദേഴ്സ് കൊടുക്കാം, അല്ലെങ്കിൽ പ്ലീറ്റ്സ് കൊടുക്കാം. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചെയ്യാം കേട്ടോ. അപ്പോൾ പാറ്റേൺ ഡ്രാഫ്റ്റിംഗ് കഴിഞ്ഞു. ഈ സെയിം കാര്യങ്ങൾ നമ്മൾ ഇനി ഒരു ഫാബ്രിക്കിലോട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാനിവിടെ ഒരു ബ്രൊക്കേറ്റ് ഫാബ്രിക്കാണ് ചൂസ് ചെയ്തെടുത്തിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫാബ്രിക്കിന് നല്ല കട്ടി കുറവാണ്. അതുകൊണ്ട് തന്നെ ഞാൻ 10 ഇഞ്ച് നീളത്തിലും വീതിയിലുമുള്ള 2 ഫാബ്രിക് പീസസ് ആണ് കട്ട് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ക്ലോത്തിന് കട്ടി കുറവാണെങ്കിൽ നമ്മൾ ഇതേപോലെ 2 എണ്ണം വിട്ട് ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, നമ്മൾ എങ്ങനെ ഈ കപ്പ് ഹൈറ്റ് എടുക്കുമെന്നല്ലേ. അത് നമുക്ക് എപ്പോഴും നല്ലത് കുഞ്ഞുങ്ങളുടെ ബോഡിയിൽ നിന്ന് മെഷർ ചെയ്യുന്നതാണ്. ഒന്നെങ്കിൽ നിങ്ങൾ ഷോൾഡറിൽ നിന്ന് നമ്മുടെ കുഞ്ഞുങ്ങളുടെ നിപ്പിൾ പോയിന്റ് ഉണ്ടാവുമല്ലോ, അത് കഴിഞ്ഞ് 1 ഇഞ്ചും കൂടെ നീങ്ങിയിട്ടുള്ള ആ ഒരു ടോട്ടൽ ഡിസ്റ്റൻസും എടുക്കുക. എന്നിട്ട് അതിൽ നിന്ന് വല്ലോ 2 ഇഞ്ചോ അല്ലെങ്കിൽ 1.5 ഇഞ്ചോ കുറയ്ക്കുക. ബാക്കിയുള്ളത് നമുക്ക് കപ്പ് ഹൈറ്റ് ആയിട്ട് എടുക്കുക. അപ്പോൾ അതിനകത്ത് നമ്മൾ സ്ട്രാപ്പും കൂടെ അറ്റാച്ച് ചെയ്യുന്നത് കൊണ്ട് തന്നെ കഴുത്തിലോട്ട് നമ്മൾ ആ ഒരു സ്ട്രാപ്പ് കെട്ടിക്കഴിയുമ്പം നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് ആ ഒരു ടോപ്പ് ഇടാനായിട്ട് പറ്റും. ഈ ഒരു കപ്പിംഗ് എന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറിൽ നിന്ന് തുടങ്ങത്തില്ല. ഷോൾഡറിൽ നിന്ന് കുറച്ച് ഭാഗം വരെ ഒന്ന് സ്ട്രാപ്പ് വരും, അത് കഴിഞ്ഞിട്ടായിരിക്കും കപ്പിംഗ് തുടങ്ങുന്നത്. അപ്പം ആ ഒരു രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഞാനിവിടെ 2 ഫാബ്രിക് പീസ് ഇതേപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇത് നമ്മൾ എപ്പോഴും ചെയ്യുന്ന പോലെ തന്നെ 4ആയിട്ട് മടക്കി വെക്കുക. അങ്ങനെ നമുക്ക് 2 കപ്പിംഗ് ആണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തെടുക്കുന്നത് കേട്ടോ.
ഇനി നമ്മൾ ചെയ്യുന്നത് നമ്മുടെ ഓൾറെഡി തയ്യൽ തുമ്പ് ഉൾപ്പെടെയുള്ള കപ്പ് ഹൈറ്റ് 5 ഇഞ്ചാണ്. അത് നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ആ ഒരു താഴ്ഭാഗം നമുക്ക് ഷേപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ഒരു 5 ഇഞ്ചിനെ കോർണർ പോയിന്റിൽ ഇതേപോലെ ഫിക്സ് ആക്കി വെച്ചിട്ട് താഴെ മാത്രം ഒന്ന് നീക്കി നീക്കി കൊടുക്കും. അപ്പം നമുക്ക് താഴെ നല്ല കേർവ് ചെയ്തൊരു ഷേപ്പിൽ നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ നമ്മൾ ചെസ്റ്റ് സൈസ് ഞാനിവിടെ എടുക്കുന്നത് 20 ഇഞ്ചാണ്. അതായത് ഫ്രണ്ടും ബാക്കും രണ്ടും കൂടെ ചേർന്നാണ് 20 ഇഞ്ച്. അപ്പം നമ്മൾ ഈ ഒരു ടോപ്പ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ മാത്രം നമുക്ക് മതിയല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ 20ന്റെ നേർപകുതി എടുക്കുക. അതായത് 10 ഇഞ്ചായിരിക്കും നമ്മൾ ചെസ്റ്റ് സൈസും വേസ്റ്റ് സൈസും എല്ലാം ഞാനിവിടെ എടുക്കുന്നത് 10 ഇഞ്ചാണ് കേട്ടോ. അപ്പം ഈ ഒരു കാര്യം നമ്മളിത് നിവർത്തി കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഫുൾ സർക്കിളായിട്ട് കിട്ടിയിട്ടുണ്ട്. നിങ്ങളുടെ ക്ലോത്തിന് കട്ടി കുറവാണെങ്കിൽ നിങ്ങൾ ഇതേപോലെ തന്നെ ഒന്നുകൂടെ മടക്കുക. അപ്പം നമുക്ക് കുറച്ചും കൂടെ കട്ടിയുള്ള ഒരു ഒറ്റ കപ്പായിട്ട് ഇവിടെ കിട്ടും. അതല്ല കട്ടി നല്ല കൂടുതലാണെങ്കിൽ ഈ ഒരു ഒറ്റ പീസ് മതി. അതിനെ സെൻറ്ററിൽ നിന്ന് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് 2 കപ്പിങ് കിട്ടും കേട്ടോ. അങ്ങനെ നമ്മൾ കപ്പ് ഹൈറ്റ് എല്ലാം കറക്റ്റ് ആണോ എന്നൊന്ന് ചെക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ശരിക്കും നമുക്ക് വേണ്ടത് 4 ഇഞ്ചാണ്. അതിൽ 1 ഇഞ്ച് അഡീഷണൽ വന്നത് എങ്ങനെയാണെന്ന് മനസ്സിലായല്ലോ. നമ്മൾ താഴെ ബെൽറ്റ് അറ്റാച്ച് ചെയ്യാനും മുകളിൽ സ്ട്രാപ്പ് കൊടുക്കാനും വേണ്ടിയിട്ടാണ് അഡീഷണൽ 1 ഇഞ്ച് കൊടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ അതാ ഈ ഒരു ഓപ്പണിംഗ് കണ്ടോ, ആ ഒരു ഓപ്പണിങ്ങിലായിരിക്കും നമ്മൾ സ്ട്രാപ്പ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്തെടുക്കുന്നത്. അപ്പം ഞാൻ 2 സ്ട്രാപ്പ് ഇതേപോലെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആ ഒരു കപ്പ് ഒന്ന് നിവർത്തി കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു ഫോൾഡിങ് പോർഷൻ കണ്ടോ, ആ ഒരു ഫോൾഡിങ് പോർഷനിലോട്ടായിരിക്കണം നമ്മൾ ഈ ഒരു സ്ട്രാപ്പ് ചേർത്ത് വെക്കാനായിട്ട്. ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ തന്നെ നേരെ വെച്ചിട്ട് ആ ഓപ്പണിംഗ് വരുന്ന ഭാഗത്തൂടെ സ്റ്റിച്ച് ചെയ്യാം. അതല്ലെങ്കിൽ ഇതേപോലെ സ്ട്രാപ്പ് നമ്മൾ ഫോൾഡ് ചെയ്ത വശത്തോട്ട് ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് നമ്മൾ ഇതേപോലെ മടക്കുക. എന്നിട്ട് ആ ഒരു ഓപ്പണിംഗ് വരുന്ന ഭാഗത്തൂടെ 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അങ്ങനെ 2 കപ്പിങ്ങും ചെയ്തെടുക്കുക. അപ്പം ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഫോൾഡ് ചെയ്ത വശത്തോട്ട് വെച്ചതെന്ന് വെച്ചാൽ നമ്മൾ ഇതെല്ലാം സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ ഈ ഒരു കപ്പിങ് തിരിച്ചിടുമല്ലോ. അതായത് നല്ല വശത്തോട്ട് നമ്മൾക്ക് തിരിച്ചിടുമ്പോഴത്തേക്കും നമ്മുടെ ആ ഒരു സ്ട്രാപ്പ് ഇച്ചിരി ചെറിയൊരു സ്ലോപ്പിലായിരിക്കും ഇരിക്കുന്നത്. അതിപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ നോക്കിയാൽ കാണാൻ കണ്ടോ, ചെറിയൊരു സ്ലോപ്പ് 2 വശത്തോട്ടും ഫേസ് ചെയ്ത് ഇങ്ങനെ നിൽക്കുകയാണ്. അതാകുമ്പോൾ നമ്മുടെ കഴുത്തിലോട്ട് കെട്ടുന്നത് നമ്മൾ ആ ഒരു ഡയറക്ഷനിലാണല്ലോ, ഇച്ചിരി ചരിഞ്ഞാണല്ലോ, സ്ട്രെയിറ്റ് ആയിട്ടല്ലല്ലോ കെട്ടുന്നത്. 2 സ്ട്രാപ്പും കൂടെ നെക്കിലോട്ട് കെട്ടുമ്പോൾ ഈ ഒരു ചരിവ് ഓൾറെഡി അവിടെ കാണുമല്ലോ. അപ്പോൾ അതൊന്ന് ഭംഗിയിൽ ഇരുന്നോട്ടെ എന്ന് വെച്ചിട്ടാണ് ഞാൻ അങ്ങനെ ചെയ്തത്. നമുക്ക് നേരെ സ്ട്രാപ്പ് വെച്ചും സ്റ്റിച്ച് ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ കേട്ടോ. ഇനി ഞാനിവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഡാട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ കപ്പിനെ ഞാൻ 2ആയിട്ട് സെൻറ്ററിൽ നിന്ന് ഫോൾഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് 1/4 ഇഞ്ച് വീതിയിലുള്ള ഡാട്ടാണ്, അതായത് മൊത്തത്തിൽ 1/2 ഇഞ്ചിൻ്റെ ഡാട്ടാണ് 2 കപ്പിനും കൂടെ കൊടുക്കുന്നത് കേട്ടോ. നിങ്ങൾക്ക് വേണമെങ്കിൽ അത് 1 ഇഞ്ചിൻ്റെ ഡാട്ടാക്കിയും കൊടുക്കാം. അപ്പോൾ ഇവിടെ ഡാട്ടിൻ്റെ ഹൈറ്റ് ഞാനിവിടെ എടുക്കുന്നത് 2 ഇഞ്ചാണ്. 2 ഇഞ്ച് അല്ലെങ്കിൽ 1.5 ഇഞ്ചൊക്കെ മതിയാകും. എന്നിട്ട് നമ്മൾ ഇതേപോലെ ഒരു ഷേപ്പ് കൊടുക്കുക. എന്നിട്ട് അതിലെ കൂടെ തന്നെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പം ഈ ഒരു പാറ്റേണിന് അത്യാവശ്യം നല്ല കട്ടിയുള്ളത് കൊണ്ട് തന്നെ നമ്മൾ ഇതേപോലെ ഡാട്ട് ഇട്ടിട്ട് നമ്മൾ തിരിച്ചിടുമ്പോഴത്തേക്കും നമുക്ക് ഇച്ചിരി ഒന്ന് ബെൻഡ് ചെയ്ത് ആ ഒരു കപ്പിങ് നിൽക്കും കേട്ടോ. അത് കാണാൻ ഒരു പ്രത്യേക ഭംഗിയാണ്. അതുകൊണ്ടാണ് ഞാനവിടെ ഡാട്ട് കൊടുക്കാമെന്ന് ഉദ്ദേശിച്ചത്. ഇപ്പോൾ കട്ടി കുറഞ്ഞ തുണികളൊക്കെയാണ് എടുക്കുന്നതെങ്കിൽ ഗ്യാദേഴ്സും അല്ലെങ്കിൽ പ്ലീറ്റ്സും ഒക്കെ ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നല്ല ഭംഗിയായിട്ട് തന്നെ ഇരിക്കും കേട്ടോ. ദാ കണ്ടോ, നമ്മളൊരു ഡാട്ട് ചെയ്ത് നിവർത്തി കഴിയുമ്പോൾ ഇച്ചിരി ഒന്നൊരു പൊങ്ങിയിരിക്കുന്നുണ്ട്, ആ ഒരു പോയിന്റ് കിട്ടുന്നുണ്ടോ, അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഡാട്ട് കൊടുത്തത്. ഇനി ഈ 2 പോർഷൻ നമ്മളൊന്ന് ഓവർലാപ്പ് ചെയ്ത് വെച്ചിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് കൊടുക്കുക. ഒന്നെങ്കിൽ നിങ്ങൾക്ക് 1/2 ഇഞ്ചിൽ വെക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് 1 ഇഞ്ചിൽ വെക്കാം. അപ്പം അത് ചെയ്തതിന് ശേഷം താഴത്തെ ആ ഒരു കപ്പിൻ്റെ ലൈൻ ഞാനൊന്ന് മെഷർ ചെയ്ത് നോക്കുന്നുണ്ട്. നമുക്കിവിടെ 12 ഇഞ്ചാണ് വന്നത്. ഞാൻ ഓൾറെഡി പറഞ്ഞായിരുന്നു നമ്മുടെ ചെസ്റ്റ് സൈസ് എന്ന് പറയുന്നത് 20 ഇഞ്ചാണ്. അതിൽ ഫ്രണ്ട് പാർട്ട് മാത്രം 10 ഇഞ്ചാണല്ലേ. അപ്പം നമുക്ക് ഒന്നെങ്കിൽ അവിടെ 10 ഇഞ്ചിലോട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാം. ഇതിപ്പം 10 ഇഞ്ചിൻ്റെ കൂടെ 2 സൈഡിലോട്ടും അഡീഷണൽ 1 ഇഞ്ചും കൂടെ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് 12 ഇഞ്ച് വന്നിരിക്കുന്നത് കേട്ടോ. അത് കുഴപ്പമില്ല, കുറച്ച് കവറേജ് കിട്ടുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. ഇനി ഞാനിവിടെ ചെയ്യുന്നത്, നമ്മൾ 2 ഫാബ്രിക് എടുത്തിട്ടുണ്ട്. ഒരു 6 ഇഞ്ച് വീതിയിലുള്ളൊരു ഫാബ്രിക്കാണ് ഞാൻ ഇങ്ങനെ എടുത്തിരിക്കുന്നത്. എന്നിട്ട് ആ 2 ഫാബ്രിക്കിന് പുറത്തോട്ടും നമ്മൾ ഈ ഒരു ടോപ്പ് വെച്ചിട്ട് അതിൻ്റെ താഴത്തെ ആ ഒരു ഷേപ്പ് ഒന്ന് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നമ്മൾ ബെൽറ്റ് ആക്കിയാണ് കൊടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ബെൽറ്റിൻ്റെ വീതി എന്ന് പറയുന്നത് 2.5 ഇഞ്ചാണ്. അതിലൊരു 1/2 ഇഞ്ച് താഴെ മടക്കി അടിക്കാനായിട്ടുള്ളൊരു തയ്യൽ തുമ്പാണ് ഞാൻ കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി ഈ ഒരു ബെൽറ്റ് നമ്മൾ നമ്മുടെ ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യണമല്ലോ, അപ്പോൾ അതിനും കൂടെ തയ്യൽ തുമ്പ് വേണം.
അപ്പോൾ അതിനായിട്ട് നമ്മൾ ഓൾറെഡി ആ ഒരു ഷേപ്പ് ചെയ്തിരിക്കുന്ന ലൈൻ കണ്ടോ, ആ ലൈനിന് മുകളിലോട്ടാണ് ഞാൻ ഒരു 1/2 ഇഞ്ച് മാർക്ക് ചെയ്യുന്നത് കേട്ടോ. അതിനുശേഷം നമ്മൾ ഇതൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമ്മൾ 2 പാറ്റേൺ ആണ് ഇതേപോലെ കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് ചെയ്യേണ്ട എന്താണ്, ഞാൻ അതിനൊന്ന് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് ഞാനൊരു സെൻറ്റർ നോച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. കാരണം നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യുമ്പം സെൻറ്ററിൽ നിന്നാണ് സ്റ്റിച്ച് ചെയ്ത് പോകുന്നത്. അത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഫാബ്രിക്കിനും അതേപോലെ തന്നെ നമ്മുടെ ടോപ്പിനും സെൻറ്ററിലൊരു മാർക്ക് കൊടുത്തേക്കുന്നത് കേട്ടോ. ഇനി നമ്മൾ അതിൽ ഒരു ഫാബ്രിക് എടുക്കുക, അതിൻ്റെ നല്ല വശം നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിൽ വെക്കുക. എന്നിട്ട് നമ്മുടെ ടോപ്പിൻ്റെ റോങ് സൈഡ് ആ ഫാബ്രിക്കിനെ ഫേസ് ചെയ്യുന്ന രീതിയിലും വെക്കുക കേട്ടോ. ഇനി എന്താ ചെയ്യേണ്ടത്, അടുത്ത ഫാബ്രിക് എടുക്കുക, അതിൽ റോങ് സൈഡ് നമ്മളെ ഫേസ് ചെയ്യുന്ന രീതിയിലും വെക്കുക. അപ്പം ഈ 3 ഫാബ്രിക്കിൻ്റെയും സെൻറ്റർ പാർട്ട് നമ്മൾ ഒരുമിച്ച് വെച്ചൊന്ന് പിൻ ചെയ്ത് വെക്കുക. എന്നിട്ട് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ ആ സെൻറ്ററിൽ നിന്ന് 2 സൈഡിലോട്ടുമാണ് സ്റ്റിച്ച് ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഒരു ഉടുപ്പിന് സ്ലീവൊക്കെ കൂടുതലും നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് ഷോൾഡറിൽ നിന്ന് 2 വശത്തോട്ടും അല്ലേ സ്റ്റിച്ച് ചെയ്യുന്നത്. അതാകുമ്പോൾ നമുക്ക് കറക്റ്റായിട്ട് നിൽക്കും. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ഒരു ടോപ്പിലും നമുക്ക് ആ ഒരു കപ്പിംഗ് ഒക്കെ കറക്റ്റായിട്ട് ഇട്ടാൽ നമ്മൾ അങ്ങനെ ചെയ്യാം കേട്ടോ. അപ്പം ഞാനിതൊന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ സൈഡ് നിങ്ങൾ നോക്കിയാൽ കാണാം, മുകളിലോട്ട് ഇങ്ങനെ കേർവ് ചെയ്ത് നിൽക്കിയാലേ. അതിനെ നമുക്കൊന്ന് സ്ട്രെയിറ്റ് ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതേപോലെ ആ എക്സസ് വന്ന ക്ലോത്ത് ഒന്ന് നമ്മുടെ ആ ഒരു ടോപ്പിൻ്റെ ആ അറ്റത്തോട്ട് ചേർത്ത് വെച്ചൊന്ന് മടക്കി നോക്കുക. അപ്പം നമുക്ക് ആ ഒരു പോയിന്റ് കിട്ടും. അവിടെ നിന്ന് നമ്മൾ സ്ട്രെയിറ്റ് ആയിട്ടൊരു ലൈൻ വരയ്ക്കുക. എന്നിട്ട് അവിടെ കൂടെ സ്റ്റിച്ച് ചെയ്ത് പോകുമ്പോഴത്തേക്കും നമുക്ക് കറക്റ്റ് ഒരു സ്ട്രെയിറ്റ് ആയിട്ടുള്ളൊരു ഫാബ്രിക് അവിടെ കിട്ടും കേട്ടോ. അതായത് നമ്മുടെ ആ ഒരു ബ്രാലറ്റിൻ്റെ എഡ്ജ് ഭാഗം നമ്മൾ അറിയാൻ വേണ്ടിയിട്ടാണ് ഞാനൊന്ന് ക്ലോത്ത് ഒന്ന് മടക്കി നോക്കുന്നത്. അപ്പോൾ ആ പോയിന്റിൽ നിന്ന് ഒന്ന് സ്ട്രെയിറ്റ് ലൈൻ വരച്ചിട്ട് അതിലെ കൂടെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ക്ലോത്ത് നിവർത്തി കഴിയുമ്പോഴത്തേക്കും അവിടെ നമുക്ക് നല്ല നേരെ കിട്ടും. ഇതേപോലെ തന്നെ കിട്ടും. ഇനി നമ്മൾ സൈഡിൽ തയ്ക്കാനായിട്ട് 1 ഇഞ്ച് തയ്യൽ തുമ്പ് ഞാൻ 2 വശത്തോട്ടും മാർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ. എന്നിട്ട് എക്സസ് ആയിട്ടുള്ള ഫാബ്രിക് നമ്മൾ ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താ, നമ്മൾ ഓൾറെഡി പറഞ്ഞു നമ്മൾ ചെസ്റ്റ് സൈസും ബേസ് സൈസും എല്ലാം 20 ഇഞ്ചാണ് എടുക്കുന്നത്. അപ്പം ഫ്രണ്ട് സൈഡ് മാത്രമായിട്ട് നോക്കുമ്പോൾ 10 ഇഞ്ച് വരും. അപ്പം നമ്മൾ താഴത്തെ ഭാഗത്ത് ഇതേപോലെ ടോപ്പ് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് അതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്യുക. എന്നിട്ട് അവിടെ നമ്മൾ വേസ്റ്റിൻ്റെ അളവൊന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് സെൻറ്റർ പോയിന്റ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ 10 ഇഞ്ചാണ്. അതിൽ നമ്മൾ 2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുക്കുന്നുണ്ട്. അതായത് ഒരു സൈഡിലോട്ട് 1 ഇഞ്ച്, അങ്ങനെ ടോട്ടൽ 2 ഇഞ്ച്. അപ്പോൾ ടോട്ടൽ 12 ഇഞ്ച് വന്നു. അതിൻ്റെ നേർ പകുതി ആ സെൻറ്റർ പോയിന്റിൽ നിന്ന് 2 വശത്തോട്ടും മാർക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ നമുക്ക് 6 ഇഞ്ചാണ് കിട്ടുന്നത്. അത് ഞാൻ ഈ ഒരു സെൻറ്റർ പോയിന്റിൻ്റെ 2 വശത്തോട്ടും മാർക്ക് ചെയ്യുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ മുകളിലത്തെ ലൈനുമായിട്ട് കണക്ട് ചെയ്ത് ഇതേപോലൊരു ചരിഞ്ഞൊരു ലൈൻ ഞാൻ വരയ്ക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ട് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുക. ഇനി താഴെ ഞാൻ മടക്കി അടിക്കുന്നില്ല, അതുകൊണ്ട് ഒരു 1.5 ഇഞ്ച് വീതിയിലുള്ള ഒരു സ്ട്രാപ്പ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ലെങ്ത്ത് നമ്മുടെ ടോപ്പിൻ്റെ ലെങ്ത്തിൽ നിന്നും ഒരു 2 ഇഞ്ച് എക്സ്ട്രാ എടുക്കുക. എന്നിട്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ട് ആദ്യം 1/2 ഇഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഉള്ളിലോട്ട് ഇതേപോലെ ഒന്ന് മടക്കി ഫോൾഡ് ചെയ്യുക. അപ്പം ഞാനവിടെ താഴ്ഭാഗം നിങ്ങൾക്ക് വേണമെങ്കിൽ മടക്കി അടിക്കാം. ഞാനിവിടെ അഡീഷണൽ ഒരു സ്ട്രാപ്പ് കൊടുത്തിട്ട് മടക്കി അടിച്ചു എന്നേ ഉള്ളൂ. കുറച്ചും കൂടി ഒന്ന് കട്ടിയിൽ നിൽക്കാൻ വേണ്ടിയിട്ട് ഞാൻ അങ്ങനെ ചെയ്തെന്നേ ഉള്ളൂ കേട്ടോ. ഇനി നമ്മൾ ബാക്ക് അറ്റാച്ച് ചെയ്യണം. അതിനായിട്ട് നമ്മുടെ ഫ്രണ്ട് ടോപ്പിൻ്റെ സൈഡിൻ്റെ ലെങ്ത് എത്രയാണെന്ന് നോക്കുക. അത് നമുക്ക് 4 ഇഞ്ചാണ്. ആ 4 ഇഞ്ചിൻ്റെ കൂടെ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പും കൂടെ ഞാൻ കൊടുക്കുന്നുണ്ട്. അതായത് 5 ഇഞ്ച്. ആ 5 ഇഞ്ച് വീതിയിലും 22 ഇഞ്ച് നീളത്തിലുള്ള ഒരു ഫാബ്രിക്കാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത്. നമ്മൾ ഫാബ്രിക് ഫോൾഡ് ചെയ്ത് കഴിയുമ്പോഴാണ് നമുക്ക് 5 ഇഞ്ച് വീതി കിട്ടേണ്ടത് കേട്ടോ. എന്നിട്ട് ഈ ഒരു ഷേപ്പിൽ നമ്മളൊന്ന് കൊടുക്കുക. അതായത് നമ്മുടെ ആ ഒരു ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ആ ഒരു ഭാഗം വരുമ്പോഴത്തേക്ക് നമ്മൾ ആ ഒരു 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് വിട്ടുകൊണ്ട് വേണം ഒന്ന് ഷേപ്പ് ചെയ്ത് എടുക്കാനായിട്ട് കേട്ടോ. അത് ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. ടോപ്പുമായിട്ട് അറ്റാച്ച് ചെയ്യുന്ന ഭാഗം വരുമ്പോഴത്തേക്കും 1/2 ഇഞ്ച് ഗ്യാപ്പ് അവിടെ കൊടുക്കുക. എന്നിട്ട് അങ്ങനെ ഞാനിത് തയ്ച്ച് തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ എന്താ ചെയ്യുന്നത്, ഒന്നുമില്ല, ഇതിൻ്റെ സൈഡ് നമ്മൾ അറ്റാച്ച് ചെയ്യുകയാണ്. അപ്പം ഞാനിവിടെ ഫ്രഞ്ച് സീം മെത്തേഡിലാണ് ചെയ്യുന്നത്. നോർമലി സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് നോർമലിയും ചെയ്യാം, എന്നിട്ട് ഓവർലോക്ക് ചെയ്താൽ മതി. ഫ്രഞ്ച് സീമി ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് തയ്യൽ തുമ്പ് കാണാണ്ടിരിക്കും. അപ്പോൾ ആദ്യം നല്ല വശത്തൂടെ ഒരു 1/2 ഇഞ്ചിൽ സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്.
അതിനുശേഷം നമ്മൾ ആ ഒരു ക്ലോത്ത് തിരിച്ചിട്ടിട്ട് വീണ്ടും ഒരു അരയിഞ്ചിലൊന്ന് സ്റ്റിച്ച് ചെയ്യുന്നുണ്ട്. അതാണ് ഫ്രണ്ട് സീം മെത്തേഡ് കേട്ടോ. അപ്പം നമ്മുടെ ടോപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. അതിൻ്റെ ഉൾഭാഗവും എല്ലാം നമുക്ക് നല്ല നീറ്റായിട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. ഇവിടെ ഞാൻ ചെറിയൊരു ലേസ് വർക്കിങ്ങും കൂടെ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഭയങ്കര ക്യൂട്ടായിട്ടുള്ളൊരു ഡിസൈനാണ് ഇത്. ഞാൻ എൻ്റെ ഒരു ഐഡിയയിൽ ചെയ്തെടുത്തതാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് മൈ വീഡിയോ. ബൈ.